ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമൊന്നും കേൾക്കാനില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണം നല്ലതായിരുന്നു എന്ന് മനസ്സിലായി. നന്നായി കഴിച്ചിട്ടുണ്ട്. സന്തോഷം. ആ ഊർജ്ജമെല്ലാം എടുത്ത് നമ്മുടെ യൂത്ത് ക്യാമ്പിന് നമ്മൾ 2-3 ദിവസമൊക്കെ അല്ല ഉള്ളോ, ശക്തമായിട്ടൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നിങ്ങൾ ഇത്രയും നല്ല ആൻസറിനുള്ള കുട്ടികളാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് തുടർമാനമായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയുണ്ട്? അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സായിട്ട് തുടർമാനമായിട്ട് വരുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള സമയം നോക്കിയാൽ മതി. ആ ഗ്യാപ്പ് വെച്ച് നോക്കിയിട്ട് കുറച്ച് പേരൊക്കെ കാണാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് വരുന്നവരുണ്ടോ? ക്യാമ്പിൽ ആദ്യമായി പങ്കെടുക്കുന്നവർ? വണ്ടർഫുൾ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പേര് ആദ്യമായിട്ട്. വണ്ടർഫുൾ. ഗ്രേറ്റ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആദ്യമായിട്ട് വന്ന എല്ലാ സ്നേഹിതരെയും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ പ്രാവശ്യം മടങ്ങിപ്പോകുമ്പോൾ ഒരു വിശേഷ ദൈവകൃപയോടെ തീരുമാനങ്ങളോടെ പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് ഒരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീം വിശുദ്ധരായിരിപ്പീൻ എന്നാണ്. അപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ഒരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. പറഞ്ഞാട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരം ഉയർത്തി കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ വിശുദ്ധനായി ജീവിക്കും കർത്താവിന് വേണ്ടി. പറഞ്ഞാട്ടെ. ഓ അത്ര ശബ്ദം അത് പറഞ്ഞപ്പോൾ അത്ര ശബ്ദം അത്ര കാര്യമായിട്ട് വന്നില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാം ചേർന്നൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. വണ്ടർഫുൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സിയുടെ ചുമതലക്കാരോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഷിൻസ് പാസ്റ്റർ, അതുപോലെ തന്നെ അജീഷ് പാസ്റ്റർ, ബനീഷ് ബ്രദർ, അതുപോലെ തന്നെ പാസ്റ്റർ സിജു, പാസ്റ്റർ പ്രവീൺ, പാസ്റ്റർ ജോയൽ, പാസ്റ്റർ പവീൻ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സെഷന് അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്ന ജോയലിനെ ഓർത്ത് സ്തോത്രം. പ്രാർത്ഥനയിൽ നമ്മെ ലീഡ് ചെയ്ത എസ്.ഡി. എബ്രഹാം പാസ്റ്ററിനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ക്യാമ്പിൻ്റെ ആദ്യത്തെ സെഷൻ മുതൽ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ ഈ ക്യാമ്പിലെ നിറസാന്നിധ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ ഐസക് വി മാത്യു സാറാണ്. വളരെ കൃത്യമായിട്ട് ആ തീമിനെക്കുറിച്ച് വിശദീകരിച്ച് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ പങ്കുവച്ചു. അതിൻ്റെ പിന്നിൽ സി എ കമ്മിറ്റി പറഞ്ഞു സാറിൻ്റെയൊക്കെ ആ ഒരു കോൺട്രിബ്യൂഷൻസ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, മോൻ്റെ പേരെന്താണ്? മക്കളുടെ പേരെന്താ? പറഞ്ഞു. യേശുദാസ്. ഓടി വന്നെന്ന് പറഞ്ഞേ, പാസ്റ്റർ കേൾക്കട്ടെ. ക്രിസ്റ്റോസ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചൊരു പേരാണ് സാറേ. ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. താങ്ക് യു. അവൻ ഈ കൊച്ചു മോന് അവൻ്റെ പേരുകൊണ്ട് തന്നെ കർത്താവിനെ ഉയർത്തുക അല്ലേ? എന്ത് സന്തോഷമാണ്. ഒന്ന് കരമടിച്ച് ഇവിടെ മാതാപിതാക്കളെ അഭിനന്ദിച്ചാണ്. ക്രിസ്റ്റോസ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. കർത്താവിന് വേണ്ടി ഈ ദേശത്ത് വചനമെടുത്ത് ഓടുന്ന ഒരാളായിട്ട് കർത്താവ് തീർക്കട്ടെ. പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. മേ ബി സീറ്റഡ്. താങ്ക് യു. ആമേൻ. ഇന്ന് സാറ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളെപ്പോലെ ഈ ക്രിസ്തോസിനെ പോലെയൊക്കെ വന്നിരുന്ന സമയങ്ങളിൽ ക്യാമ്പിന് വരുമ്പോൾ സൺഡേ സ്കൂളും സിയിലൊക്കെ ഞങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ പിന്നെ നിരവധി പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം ഐസക് സാറിൻ്റെ ആയിരുന്നു. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ തന്നെ, സന്തോഷ് സാറൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, ഞങ്ങളെ ചെറിയ പ്രായത്തിൽ ഒരുക്കിയ ദൈവദാസന്മാരാണെന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷമുണ്ട്. സ്തോത്രം. മറക്കാതെ ഞങ്ങൾ ആ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ ആക്റ്റീവായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ക്ലാസ്സുകൾ എടുക്കാനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ സന്തോഷ് ജോൺ, ഡോക്ടർ അനിത ജസ്ലി തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന നമ്മുടെ സി എയുടെ മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, പാസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, സി എ മെമ്പേഴ്സ്, സൺഡേ സ്കൂളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. വളരെ വേഗത്തിൽ നമുക്ക് എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. വളരെ മനോഹരമായ പാട്ടുകൾ ലീഡ് ചെയ്ത എൻ്റെ സ്നേഹിതനായിരിക്കും സന്തോഷ് വാഴയിൽ. God bless. It was really a blessing.
ആ വിശുദ്ധിയെ തികച്ചെന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ഇച്ചിരി പഴയതെന്ന് തോന്നിയാലും ഓരോ പ്രാവശ്യം പാടുമ്പോഴും എന്ത് മധുരമാ പാട്ടിൻ്റെ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഫീൽ ചെയ്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മറക്കരുത് ഈ പാട്ട്. സ്തോത്രം. എനിക്കിന്ന് സംസാരിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി വിറ്റ്നസ് ഇൻ ദ വേൾഡ്. ക്രിസ്തീയ സവിശേഷത ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുക എന്ന് വേണേൽ ചുരുക്കി പറയാം. ഐഡൻറ്റിറ്റി, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, ആ ഒരു പദമൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണുവാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മളെ മറ്റുള്ളതിൽ നിന്നും വേർതിരിച്ച് കാണാൻ സഹായിക്കുന്നത്. ഞാനൊന്നുണ്ട് പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ പിക്ചർ കണ്ടിട്ട് ആരെങ്കിലും വായിക്കാമെന്ന് പറയാമോ? ഇത് ആരാന്ന് പറയാമോ? ആരായിരിക്കും? ഒരു സോൾജിയർ അല്ലേ? നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആളുടെ പേര് നമുക്കറിയത്തില്ല, നാട് എവിടെയാണെന്ന് അറിയത്തില്ല, ഏത് രാജ്യമാണെന്ന് അറിയത്തില്ല. ഇതാരായിരിക്കും? ഒരു ഡോക്ടറായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം സിയുടെ ഒരു ക്യാമ്പിന് ഞാൻ ട്രിവാൻഡ്രത്തൊരു നമ്മുടെ സെക്ഷൻ്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാകണം? എൻ്റെ സാറേ 10-70 പേരുള്ളതിൽ 35 പേരും പറഞ്ഞു ഡോക്ടേഴ്സ് ആവണം. ഇനി 3 പേര് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സുവിശേഷകരാവണമെന്ന്. എനിക്കൊരു സന്തോഷം തോന്നി. സോദരൻ, ഇന്ന് പോകുന്നതിന് മുമ്പേ ചിലർ പൂർണ്ണസമയം സുവിശേഷകർക്ക് സമർപ്പിച്ചിട്ട് പോകണം. ഹല്ലേലൂയ. വിറ്റ്നസ് ഇൻ ദ വേൾഡ് എന്ന സുവിശേഷം അറിയിക്കേണ്ടത് വീടിനകത്ത് മാത്രമല്ല, പുറത്തുകൂടാ അല്ലേ? ഞാനിത് ചോദിച്ചപ്പോൾ തന്നെ അതിലേക്ക് വരാം. എങ്കിലും ഇത് ഉച്ച കഴിഞ്ഞുള്ള സെഷനൂടെ ഒക്കെ ആണല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഇത്ര അറിയണം. അപ്പം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രാക്റ്റ് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാമോ ട്രാക്റ്റ്? ഓക്കെ, കൊടുത്തിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. സത്യസന്ധമായും മറുപടി പറയുന്നത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പാസ്റ്റേഴ്സിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ട്രാക്റ്റ് കൊടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ കുറേ പേര് പറയും പനിയാന്ന് പറയും. അങ്ങനൊന്നും പറയാതെ സുവിശേഷീകരണത്തിന് വേണ്ടി ഉത്സാഹിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കരം തട്ടി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് അടുത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ മൂന്നാമത് ഇതാരായിരിക്കും? പെട്ടെന്ന് പറഞ്ഞു. സ്റ്റുഡൻസ് ആണ് അല്ലേ? പ്രത്യേകിച്ച് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നമുക്കറിയത്തില്ല, പക്ഷെ നമുക്കറിയാം അവർ സ്റ്റുഡൻസ് ആണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നമുക്കിവരെ തിരിച്ചറിയാൻ കഴിയുന്നത്? പല പല കാര്യങ്ങളുണ്ട്. ഏറ്റവും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതിന് വേണ്ടിയാണ് അതിന് ആവശ്യമുള്ള ഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത്. ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് അങ്ങനെ പൊതുവിൽ കാണത്തക്ക രീതിയിലുള്ള ഡ്രസ്സൊന്നുമില്ല. പക്ഷേ നമ്മളെ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് യേശു കർത്താവും പഠിപ്പിച്ചു. വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരും വിശദീകരിച്ചു. മിഷണറിമാരും ഇന്നത്തെ ദൈവജനവും അത് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മെ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സഹോദരിമാരുടെ നമ്മുടെ ഈ കുട്ടികളോട് ഉണ്ടല്ലോ, ഒരു ക്രിസ്ത്യനാണെന്ന് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? സ്കൂളിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ എന്താ ഓർണമെന്റ്സ് ഇല്ല? എൻ്റെ കർത്താവേ സ്തോത്രം. ഇനി ഞാൻ സാറ് സെഷനായിട്ടുള്ള ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കവറി ഐഡൻറ്റിറ്റി എന്നുള്ള ഭാഗം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. സഹോദരന്മാരെന്തോ പറയുമെന്നുള്ളതാണ് എനിക്കറിയാത്തത്. പണ്ടായിരുന്നേ പറഞ്ഞാൽ മീശയിലെന്നൊക്കെ അല്ലേ? എങ്ങനെ അറിയാൻ പറ്റുന്നേ? സഹോദരന്മാരത് പറഞ്ഞോ. നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്ന് എങ്ങനെ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും? പേരുണ്ടോ? ആണോ? പേരാണോ? സഹോദരം, ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനപ്പുറമായിട്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആഭരണം ധരിക്കാതെ വരുന്ന ക്രൈസ്തവരല്ലാത്തവരൊക്കെ ഉള്ളവരുണ്ട്, പെന്തക്കോസ്തരല്ലാത്തവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എൻട്രൻസ് ഒക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ എല്ലാം ഊരി വെച്ചിട്ടേ പോകാൻ പറ്റും. ആരാ പെന്തക്കോസ്തരെന്ന് നമുക്ക് മനസ്സിലാകത്ത പോലും ഇല്ല. അല്ലെങ്കിൽ സർജറി ഇല്ലേ പാസ്റ്റേ, സർജറി ഒക്കെ ചെയ്യാൻ പോകുമ്പോഴായാലും അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴെല്ലാം മാറ്റി വയ്ക്കണം. ആരാ അതിനകത്ത് കിടക്കുന്നത്? ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമുക്ക് പ്രൈസിലോട് പറയാൻ തോന്നും, പക്ഷേ അന്നേരം ഒന്ന് ചിന്തിക്കും സ്കാനിങ്ങിന് വന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും എല്ലാം ഊരി വെച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ
സ്വഭാവം വണ്ടർഫുൾ. ഒരു അപ്രീഷിയേറ്റ് ചെയ്യാമോ അവരെ? എന്താ അവർ പറഞ്ഞെന്താ? നമ്മുടെ സ്വഭാവം വിട്ടുകൊടുക്കരുത്. നമ്മളാരെങ്കിലുമൊക്കെ പറയണം. എന്താ പിന്നെ ഒന്ന് പറയാമോ? പറഞ്ഞോ. ക്രിസ്റ്റോസേ, മക്കളെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് പറയണമോനെ. എന്താ സ്വഭാവത്തിനകത്തുള്ള എന്തെങ്കിലും ഒന്ന് പറയാമോ? എന്താ പറഞ്ഞേ? വിശ്വാസം. ബാക്കിൽ നിന്ന് എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ല. ഒരാൾ ഓടി വന്നേ. സുനി ഓടി വന്നേ. ഓടിയോ വന്നേ. ഓടിയോ മോനെ, കേട്ടില്ല. ഓടിയോ. സംസാരത്തിലൂടെ അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഒരാൾ എനിക്കൊന്ന് ലീഡർഷിപ്പ് എടുത്ത് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. അവിടെ ഇരുന്ന് കുറേ പേരുണ്ട്. അവരെല്ലാവരുടെ പറഞ്ഞത് നമ്മുടെ സംസാരം അല്ലേ. വെരി ഗുഡ്. എനിക്കൊന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സംസാരം എങ്ങനെ ആയിരിക്കണം? സൗമ്യത, ശാന്തത, ഉപ്പിനാൽ രുചി വരുത്തുന്നത്, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ട്രൂ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇന്ന് എവിടെ നോക്കിയാലും ഫേക്ക് ഐഡൻറ്റിറ്റിയുടെ കാലമല്ലേ. പ്രകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതിലേക്കൊന്ന് വരാം. ക്രിസ്ത്യാനിയാണെന്നും ബോണഗേനാണെന്നും പറഞ്ഞ് ടീഷർട്ട് ധരിച്ചാലൊന്നും ക്രിസ്ത്യാനി ആവത്തില്ലാവോ? ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പേര് ചോദിക്കുമ്പോൾ ജോണെന്നും ഏബ്രഹാം എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ച് ഈ അപ്പോസ്തലന്മാരുടെ പേരൊക്കെ കേട്ടിട്ട് അവർക്ക് ഊർജ്ജം കിട്ടിയിട്ടത് അതൊന്നുമല്ല. ജോൺ ഏബ്രഹാം ഈ സിനിമാ താറിൻ്റെയൊക്കെ കണ്ടിട്ടും റെസ്ലറിൻ്റെയൊക്കെ കണ്ടിട്ടൊക്കെ ഇടുന്നതാണ്. വെസ്റ്റേൺ റെസ്ലേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പേരിടുന്നതാണ്. ഈ പേര് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫേക്ക് ഐഡൻറ്റിറ്റി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്തേക്കായി ഇന്ന് മനുഷ്യൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. വെർച്വൽ റിയാലിറ്റി. ഒരു ക്യാമ്പിന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ക്യാമ്പിന് യങ്സ്റ്റേഴ്സിൻ്റെ ക്യാമ്പിന് പോയപ്പോഴവിടെ ഒരു മോൻ അവനെപ്പോഴും ഇങ്ങനെ ക്യാമ്പിന് ഇരിക്കുമ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ മക്കളെ. ഇപ്പോഴീ ഷട്ടിൽ കളിയും ക്രിക്കറ്റ് കളിയൊക്കെ അതിനകത്തൊന്ന് മാറ്റി വെച്ചൊരു കുറച്ച് നേരത്തേക്ക് കേട്ടോ. കുറച്ച് നേരത്ത് അതെല്ലാം അങ്ങ് പോക്കറ്റ് ഇട്. സ്വതന്ത്രം നമുക്ക് കേൾക്കാം വചനം. എപ്പോഴും അത് വീട്ടിൽ പോയാലും നമുക്കത് ചെയ്യാമല്ലോ. ബുക്കൊക്കെ എടുത്ത് ഇവിടെ നല്ലതായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കൊക്കെ എടുത്ത് പേപ്പറൊക്കെ ഉള്ളപ്പോൾ ഒന്ന് എഴുതി വെക്കണം എന്തെങ്കിലുമൊക്കെ. ഒന്ന് എഴുതാതെ ഈ സെഷൻ അവസാനിപ്പിക്കരുത്. എഗ്രി ചെയ്യാൻ പറ്റുമോ? ഒന്ന് അങ്ങനെ ഞാൻ എൻ്റെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് എഴുതി വയ്ക്കുമെന്ന് ഒരു തീരുമാനമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ഞാൻ പ്രസംഗിക്കുന്നത് മാത്രമേ അതിന് ശേഷമുള്ളൂ. ഒന്ന് കൈ ഉയർത്തിക്കേ. ഇവിടെ കുറച്ച് പേരുടെ ആവാനുണ്ട് കുഞ്ഞുങ്ങളെ. അങ്ങനെയല്ല, ഒരു വാക്യമെങ്കിലും ഞാനൊന്ന് എഴുതുമെന്ന് തീരുമാനിച്ചൊന്ന് കൈ ഉയർത്താമോ? നന്നായിട്ട് ഉയർത്ത്. ഇങ്ങനെയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്ക് ബെഞ്ചേഴ്സിനെ ഒന്നും അങ്ങോട്ട് കൈ ഉയർന്ന് കാണുന്നില്ല. സ്തോത്രം. ആമേൻ. അവിടെ ഉള്ളവരും കൂടെ ഇതിനകത്തൊന്ന് ഉൾപ്പെടണം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഈ മകൻ എപ്പോഴും ഇങ്ങനെ ഫോണിലാണ്. ക്യാമ്പിന് വന്നിട്ട് ഫോൺ. അപ്പോൾ ചോദിച്ചു, നീ എന്തുവാ ചെയ്യുന്നത്? എന്താ പറഞ്ഞു? ഞാൻ ബിസിനസ് ചെയ്യുക. അപ്പോൾ എന്താ ബിസിനസ്? റിയൽ ഞാനൊരു വീട് വിൽക്കുന്ന രീതിയാണ്. ഒത്തിരി വീടുണ്ടാക്കി വിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ തൊട്ട് ചോദിച്ചു, ഈ വീടിനെ കുറിച്ചാണോ നീ പറഞ്ഞത്? അത് ഈ വീടിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലാണ് ചെയ്യുന്നത്. അവസാനം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവുന്നത് അവൻ ശരിക്കും വീട് വിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിനകത്ത് 18 വയസ്സുള്ളവൻ ഗെയിമിനകത്തൂടെ വീട് വിൽക്കുന്നത്. എൻ്റെ പേരൊക്കെ ഇവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒത്തിരി പോകുന്നില്ല. റിയലായിട്ട് സങ്കല്പിച്ചാണത് ചെയ്യുന്നത്. ഇന്ന് റിയൽ വേൾഡ്, ഒരു ഫേക്ക് വേൾഡിനെ റിയൽ വേൾഡായിട്ട് കാണുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് മറക്കരുത്. അവിടെയാണ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയുടെ പ്രാധാന്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്താ? കർത്താവ് യേശുക്രിസ്തു 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. അതുമായി കണക്ട് ചെയ്ത് എനിക്ക് ആ വാക്യം കൂടെ തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതുമായി കണക്ട് ചെയ്ത് പറയുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 13 and 14. അവിടെ യേശു കർത്താവ് ഒരെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സോൾട്ട്, ഉപ്പ്. അടുത്ത എന്താ പറഞ്ഞത് പറയാമോ? മിടുക്കരാ ഇവരെല്ലാവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 ഉപ്പ്, 2 വെളിച്ചം.
നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അവിടെ താഴെ പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റാൻഡിന്മേൽ. എവിടെ വെക്കേണ്ടത്? സ്റ്റാൻഡിൽ വെച്ചെങ്കിലേ പറ്റൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങളുടെ ബുക്കിനകത്തൊരു സ്റ്റാൻഡിൽ, അന്നത്തെ ഒരു ഇമാജിനേഷനിൽ ഒരു പെട്ടെന്നൊരു ഒരു ലാമ്പ് വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് എല്ലാവരും വരയ്ക്കണം. എല്ലാവരും ഒന്ന് വരച്ചു നോക്കിയേ. അടുത്തിരിക്കുക നിങ്ങൾ മെൻറ്റേഴ്സിനെ പിന്നെ കാണിക്കുന്ന സമയത്ത് കാണിച്ചാൽ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ അത് ബാസ്ക്കറ്റിനകത്ത് അടച്ചു വെക്കണ്ട. പിന്നെ എന്ത് ചെയ്യണം? അത് തണ്ടിന്മേൽ കൊളുത്തിയ ദീപമായിരിക്കണം. അന്നത്തെ ദീപം എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ദീപമൊന്നും അല്ല, ഈ കാണുന്ന പോലുള്ള LED ബൾബുകളൊന്നും അല്ല. അന്നത്തെ ദീപം ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്നൊന്ന് വരച്ച്, ഞാൻ 20 വരെ എണ്ണും, അതിനു മുമ്പ് നിങ്ങൾ വരച്ച് തീർക്കണം. ഓക്കെ, ഫാസ്റ്റ്. ഇവരെ കൊണ്ട് അതൊക്കെ കഴിയുന്നതാണ്. ഓക്കെ, കൗണ്ട് ചെയ്യട്ടെ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. എവിടം വരെ ആയി? അല്ലോ ആയോ? തണ്ടായതേ ഉള്ളോ? കഴിഞ്ഞു. എൻ്റെ കർത്താവെ, 10 വരെ എണ്ണിയപ്പോഴേ കഴിഞ്ഞു. സഹോദരൻ, ഇവർക്ക് ഈ 1 മണിക്കൂറൊക്കെ എഴുതാൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്ത് ഫാസ്റ്റാണ്. 11 12 13 14 15 16 17 18 19 20. വരച്ച് കഴിഞ്ഞവരെല്ലാം കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. വരച്ച് കഴിഞ്ഞ് ബുക്കോടുകൂടി ഉയർത്തി എന്ന് കാണട്ടെ. ഓക്കെ, വണ്ടർഫുൾ. നിങ്ങളെ മെൻറ്റേഴ്സിനെ കാണിക്കും. മെൻറ്റേഴ്സിന് പ്രത്യേക ഒരു പോയിന്റ് എന്നെ കൊടുത്തോണം. ഓക്കെ, ഗാഡ് ബ്ലസ്. അപ്പോൾ ഉപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? ഉപ്പിനെ വേർതിരിച്ച് കാണിക്കുന്നത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സോൾട്ടിനെസ് ആണ്. യേശു പറയുന്ന കാരമെന്നാ പറയുന്നതിന്, അതിനെ വേർതിരിച്ച് കാണിക്കുന്നതിൻ്റെ കാരമാണ്, അതിൻ്റെ സോൾട്ടിനെസ് ആണ്. ഒരു ഉപ്പിനെ നമ്മളൊന്ന് നോക്കിയാൽ, ഒരു ഉപ്പിനെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ രസം അല്ലെങ്കിൽ അതിൻ്റെ സത്തയാണ്. ഉപ്പിൻ്റെ കളർ സ്വാഭാവികമായി നമ്മൾ നോക്കിയാൽ, ഉപ്പ് കല്ലിൻ്റെ കളർ എന്താ? കണ്ടിട്ടുണ്ടോ? ഉപ്പ് കണ്ടിട്ടുണ്ടോ മോനെ? ഉണ്ടോ? കല്ലുപ്പ് കണ്ടിട്ടുണ്ടോ? ചെറിയ വലിയ ഉപ്പ് ഇല്ല. ഇല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ പപ്പയുടെ വീണ്ടും പറയണമെന്ന് കാണിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കെല്ലാം കിട്ടുന്ന പൊടിയുപ്പുള്ള സ്പ്രിങ്കിൾഡ് അല്ലേ? അപ്പോൾ അതിനും വെള്ളം തന്നെയാണ്. എന്താ കളർ അതിൻ്റെ? വെളുത്തതല്ല ഉപ്പാണോ? പറഞ്ഞാട്ടെ, വെളുത്തല്ല ഉപ്പാണോ? ഈ സൈഡിൽ നിന്നാണല്ലോ ഒത്തിരി ശബ്ദം. നമ്മുടെ ഈ ചുണക്കുട്ടന്മാരിങ്ങനെ ഇരിക്കും. ഒന്ന് പറഞ്ഞാട്ടെ, വെളുത്തല്ല ഉപ്പാണോ? വണ്ടർഫുൾ. ഓക്കെ, അവർ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഉപ്പിനെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ നിറമല്ല, അതിൻ്റെ ഗുണമാണ്. കർത്താവ് എന്താ ദൈവമക്കളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ഉപ്പിനെ പോലെ ആകണം, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിൻ്റെ രുചിയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പലതിനെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഉപ്പിനെ ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊന്നുകൊണ്ട് ഉപ്പിന് പകരമാക്കാൻ കഴിയില്ല. കർത്താവ് പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ ഭൂമിക്ക് രുചി വരുത്തണമെങ്കിൽ, ഇതിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ, ഇവിടെ കർത്താവിനെ അനുധാവനം ചെയ്യുന്ന മാനസാന്തരപ്പെട്ടവരുടെ ഒരു കൂട്ടമുണ്ടാകണം. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ കൊണ്ട് കഴിയത്തില്ല, ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ചെയ്യുന്നവരെ കൊണ്ട് കഴിയത്തില്ല. ഇവിടെ മറ്റ് മാഫിയ സംഘങ്ങളുണ്ട്, കള്ളക്കടത്തുകാരുണ്ടായിരുന്നേക്കാം, മറ്റ് നിലയിൽ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നേക്കാം, മനുഷ്യനെ ഒന്നിച്ചു കൂട്ടാൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം. അവരെല്ലാം പരാജയപ്പെട്ടു പോയേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിക്ക് ഉപ്പ് നൽകാൻ കഴിയുന്നത് അത് കർത്താവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അവന്റെ പിന്നാലെ പോകുന്ന ദൈവമക്കൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വി ഷുഡ് നോട്ട് ആസ്ക് വാട്ട് വെന്റ് റോങ് വിത്ത് ദ വേൾഡ്. ലോകത്തിന് എന്താ ഈ തെറ്റുപറ്റി? സുവിശേഷം എന്താ അവർ അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആക്രമണ സ്വഭാവമുള്ളവരായി തീരുന്നത്? പാപം ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ അവരോട് ചോദിക്കാൻ നിർത്തിയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് പറയുന്നത്, വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദ സോൾട്ട് ആൻഡ് ദ ലൈറ്റ്. ഈ ഉപ്പിനും പ്രകാശത്തിനും ഒക്കെ എന്നാ പറ്റി? ഉപ്പ് നല്ലതാണെങ്കിൽ അത് വീഴുന്നിടത്തതിൻ്റെ ഗുണം പരത്തുമെങ്കിൽ
നമ്മൾ ഉപ്പായ നമുക്ക്, വെളിച്ചമായ നമുക്ക് ഏതെങ്കിലും ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിന് ഈ ക്യാമ്പ് കാരണമായി തീരുവാനിടയാകട്ടെ. കർത്താവേ, എനിക്ക് നൽകിയത് ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. രണ്ടാമത് യേശു പറഞ്ഞ ഉദാഹരണമാണ് ലൈറ്റ്. വെളിച്ചത്തെക്കുറിച്ച് യേശു പറയുന്നത്. വെളിച്ചത്തിൻ്റെ ഏറ്റവും പ്രധാന ഒത്തിരി കാര്യങ്ങൾ പറയാം, പക്ഷേ അതിൽ ഞാൻ ഇവിടെ ആവശ്യമുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോകുക. വെളിച്ചമുണ്ടെന്ന് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും. ശരിയാണോ? അങ്ങനെയല്ലേ? ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ വെളിച്ചമുണ്ടെന്ന്? ഒരു ദീപം വൈകിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈയലും മറ്റുള്ളതൊക്കെ പറന്നു വരുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ, വാട്സപ്പായി ഈയലിനോട് പറഞ്ഞോ, ദാ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വരാൻ? അങ്ങനെ നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതിനറിയാം കാണുമ്പം വരാൻ. കണ്ടാൽ സൈലൻ്റ് ആണെങ്കിലും പ്രവൃത്തിയിൽ ശക്തിയുള്ളതാണെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, ക്രൈസ്തവരെന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നവരായിരുന്നേക്കാം, കണ്ടാൽ ശാന്തരായിരുന്നേക്കാം, താഴ്മയുള്ളവരായിരുന്നു, മറ്റുള്ളവരൊക്കെ നോക്കുമ്പോഴും ബലമില്ലാത്തവനാണെന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ അവൻ്റെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയെ തടുക്കാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. കാരണം ശാന്തമായിട്ടാണെങ്കിലും വെളിച്ചം പോലെ ലോകത്തിന് മാർഗമായി തീരാൻ കഴിയുന്നതാണ് ക്രിസ്തുവിന്റെ വചനം വഹിക്കുന്ന നാം ഓരോരുത്തരും എന്നുള്ളത് ഇന്ന് മറന്നു പോകരുത്. എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം നൽകിയിരിക്കുന്നത്. വാട്ട് ഈസ് ക്രിസ്ത്യൻ ഐഡന്റിറ്റി? എന്താ, ഞാൻ 5 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ വേഗത്തിലൊന്ന് പറയാം, ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അത് നമുക്കെല്ലാം കുറച്ച് മനസ്സിലാവുന്നവർ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ക്യാമ്പിനിടയിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി. I carry Christ is the most important identity of every Christian. നാം ക്രിസ്തുവിനെ വഹിക്കുന്നു. Praise the Lord. ക്രിസ്തുവാണ് നമ്മളിൽ വ്യത്യസ്തത വരുത്തുന്നത്. പൗലോസ് പറയുന്നൊരു വാക്യമാണ് ഗലാത്യലേഖനം 2:20. വേഗത്തിലൊന്ന് വായിക്കാം ഒരാൾ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശ് മാറ്റിവെച്ചിട്ട് ക്രിസ്ത്യാനിക്കൊരു ഐഡന്റിറ്റി ഇല്ല. ക്രൂശ് മാറ്റിവെച്ചിട്ടൊരു ക്രിസ്തീയ രക്ഷയില്ല, പൂർണ്ണമാകുന്നില്ല. യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ ക്രൂശാണ് നാം കാണുന്നത്. പറയുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യത്തിൽ ക്രമീകരണം വരുത്താൻ നല്ല തിരുവെഴുത്ത് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഐഡന്റിറ്റി നമ്മളുടെ പുറത്ത് ലോകത്തിന് കാണിക്കാൻ കഴിയത്തുള്ളൂ. പാപത്തെയും ലോകത്തോടുള്ള സ്നേഹത്തെയും എന്നേക്കുമായിട്ട് മറന്നു കളയാൻ ഇന്ന് ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ തീരുമാനമെടുത്തിട്ട് വേണം പോകാൻ. സമയം ഒത്തിരി കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത്. അടുത്ത ക്യാമ്പ് വരട്ടെ, അപ്പോഴാകട്ടെ, അല്ലെങ്കിൽ ജാനുവരി 1 ആകട്ടെ, അടുത്ത ഉപവാസ പ്രാർത്ഥനയാകട്ടെ. കാലങ്ങൾ ആർക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം ഈ സെഷനിലൂടെ മറ്റ് ദൈവദാസന്മാർ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉദ്ബോധനം നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മടികൂടാതെ കർത്താവിനോട് അനുതാപനമായി തന്റെ പാപം ഏറ്റുപറഞ്ഞ് മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി പറയണം, അതെ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ വാക്യം എന്താ വായിക്കുന്നത്? ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹല്ലേലൂയ. അതെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. എന്നിൽ കർത്താവാണ് ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ കർത്താവിനെ ക്യാരി ചെയ്താൽ പിന്നെ നമ്മളായിട്ട് ആരോടും പറയേണ്ട കാര്യമില്ല. നാട്ടുകാർ അറിഞ്ഞോളും ഇവൻ കർത്താവിനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു തീരുമാനമെടുത്ത എവിടെ പോയാൽ ഞാൻ ഐ വിൽ ക്യാരി മൈ ലോർഡ്, ഞാൻ കർത്താവിനെ ക്യാരി ചെയ്യുന്നു. സന്തോഷത്തോടൊന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. wherever may go, I will carry Jesus. Hallelujah. 2, clothed with Christ or put on Christ. ഗലാത്യലേഖനം 3:27 പറയുന്നു, ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിനെ ധരിക്കുകയാ. മുമ്പേ നമ്മൾ കുറച്ച് യൂണിഫോം ധരിച്ചവരെ കണ്ടിരുന്നല്ലോ.
പട്ടാളക്കാരും ഡോക്ടേഴ്സും കുഞ്ഞുങ്ങളൊക്കെ സ്റ്റുഡൻസും ഒക്കെ അവരെ തിരിച്ചറിയാൻ സഹായിച്ചത് അവരുടെ യൂണിഫോം ആണെങ്കിൽ, നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കുന്നത് മൂലമാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പന അനുസരിക്കുക, അവനെ ഉയർത്തുക എന്നുള്ളതാണ്. പല കാര്യത്തോടും നമുക്ക് അനുരഞ്ജനമാകാം. കഴിക്കുന്ന ഭക്ഷണത്തോട് ഒരു പരിധിവരെ നമുക്ക് അനുരഞ്ജനമാകാം. സംസാരിക്കുന്ന ഭാഷയോട്, ജീവിക്കുന്ന നാടിൻ്റെ സംസ്കാരത്തോട്. എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ അനുരഞ്ജനം നമുക്ക് പറ്റില്ല. നാം വിശ്വസിക്കുന്നത് രക്ഷ ഒരുവനിലൂടെ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അമ്മേ, നമുക്ക് ഉറപ്പ് വേണം, ഞാൻ ധരിക്കും കർത്താവിനെ. എവിടെ പോയാലും ഞാൻ കർത്താവിനെ ധരിച്ചു. 3, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഫിലിപ്പ് ലേഖനം 2:5. യേശു ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതെ, ക്രിസ്തുവേശുവിലുള്ള ഭാവം. പെട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ക്രിസ്തുവേശുള്ള ഭാവം എന്ന് പറയുന്നത്? എന്താ എന്ന് പറയാം മക്കളെ? ആരെങ്കിലും ഒന്ന് പറയാം? പുറത്ത് മഴയുണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് പറഞ്ഞാൽ കേൾക്കും. എന്തായിരിക്കും? ഹല്ലേലൂയ. ആ ഭാഗം മൊത്തം നമ്മൾ വായിച്ചു നോക്കിയാൽ കാണുന്നത് സൗമ്യതയെക്കുറിച്ചാണ്. ഹ്യൂമിലിറ്റി, താഴ്മ. ഹല്ലേലൂയ. ശാന്തത. മുമ്പേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശാന്തത, സൗമ്യത. മറ്റുള്ളവനെ എന്നേക്കാൾ അവൻ വലിയവനാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം തന്നെ നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പറയുമ്പം രണ്ടാമന് കടിച്ചു കയറാൻ നിൽക്കുന്നവരുണ്ടോ? അപ്പനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കുന്ന എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് ഉത്തരം പറയാവൂ കേട്ടോ. ഹല്ലേലൂയ. എടീ, ഇത്രയും നേരമായിട്ട് നീ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഓഫ് ചെയ്യടി എന്ന് പറഞ്ഞാൽ, ശരി അമ്മേ ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അന്നേരം ഓഫ് ചെയ്യുന്ന എത്ര പേരുണ്ട്? മോനെ, ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ചർച്ചിനകത്ത് മാത്രം ചെയ്യുന്നതല്ല, നമ്മുടെ വീട്ടിലും മുറിയിലും പ്രൈവറ്റ് സ്പേസിലും ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ ക്രിസ്തീയ സ്വഭാവം വ്യക്തമാക്കാൻ പറ്റില്ല. നമ്മൾ എവിടാ കൊണ്ട് വ്യക്തമാക്കുന്നത്? ഈ ക്യാമ്പിലൂടെ രൂപാന്തരം വരുമ്പോൾ നമ്മുടെ പഠനമുറികളിൽ, കിടപ്പറകളിൽ, കലാലയങ്ങളിൽ, പ്രൈവറ്റ് സ്പേസുകളിൽ അത് വെളിപ്പെടണം. ടെമ്പിൾ ഓഫ് ഗാഡ്. 4, ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവന്റെ വിശേഷത എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ മന്ദിരമാണ്. റെഫറൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 1 Corinthians 3:16-17. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ, താങ്ക് യു, കർത്താവിനെ അടുത്തെങ്ങും വെച്ചിട്ടെങ്ങ് പോകുന്നതല്ല. ഞാൻ മന്ദിരത്തിൽ പോയി ആരാധിച്ചിട്ട് വരാം, അവിടെ നമ്മൾ തൂക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ കർത്താവ് ഫസ്റ്റ് ഓഫ് ഓൾ വസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കണം. എൻ്റെ പാപത്തിൻ്റെ പ്രവൃത്തികൾ മലീമസമായത് മാറ്റണം. ബി ഹോളി, വിശുദ്ധരാകാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തെ മലീമസമാക്കുന്ന കർത്താവിന് എൻ്റെ ഹൃദയത്തിൽ വരാൻ തടസ്സമായി ിരിക്കുന്നതിനെ പുറത്തു കളയാൻ, ലോകത്തോട് നോ പറയാൻ ഞാൻ തയ്യാറാണ്. ആമേൻ. അങ്ങനെ ഒരു തീരുമാനമാ സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ലാസ്റ്റ് അവിടെ കാണും, ലാസ്റ്റ് ഫോളോ ആൻഡ് ഒബേ ക്രൈസ്റ്റ്. 1, കർത്താവിനെ ആരെങ്കിലും അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിക്കണം, തന്നെ ക്രൂശെടുത്ത് യേശുവിനെ പിൻഗമിക്കണം. ഫോളോ ജീസസ്. ലോകത്തൊരുപാട് പേര് നമുക്ക് ഫോളോ ചെയ്യാൻ നല്ലതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സിനി ആർട്ടിസ്റ്റുകളെയൊക്കെ എന്തോ ഒരു ആരാധനയോടെ ആൾക്കാർ കണ്ടിരുന്നത്, കുറച്ച് നാളുകളായിട്ട് അതിന് വലിയൊരു വ്യത്യാസം വന്നു. ഞാൻ പറയാം, പലരുടെയും ഫേക്ക് ഐഡന്റിറ്റികൾ അഴിഞ്ഞു പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും. ബാക്കി പറയാമോ? ശബ്ദം പോരാ. ദൈവേഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ വചനമതാ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവിനെ അനുസരിക്കാനൂടെയാണ്. സ്തോത്രം.
ദൈവത്തെ അനുസരിക്കുന്നവരോട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, അപ്പനും അമ്മയും കൂടെ അനുസരിക്കണമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എടാ, ഒരുവൻ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവന് ആ മാതാപിതാക്കളോട് വിധേയത്വമാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടോക്ക് ഷോയിൽ ഒരു മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, മാതാപിതാക്കൾ ഇപ്പം തെറ്റ് ചെയ്യാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടില്ല, സ്തോത്രം. പക്ഷേ ഒരു കാര്യം പറയാം, മാതാപിതാക്കളെ പോലെ നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വേറെ ആരുമില്ലെന്ന് മറക്കരുത്. വീട് വിട്ടു പോകുമ്പോൾ, പഠനത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ, പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ആരും എന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിലായി ജീവിക്കാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല. കാരണം നാം ദൈവത്തെ അനുസരിക്കുന്നവരാണ്. ഹല്ലേലൂയ. കുറെ അത്തരം പൂശി വളവളപ്പൻ ഡ്രസ്സ് വിട്ട് ബൈക്കിൽ കറങ്ങി നടന്നു കഴിയുമ്പോൾ ഇവനാണ് ലോകത്തെ വലിയവനെന്ന് ചിന്തിച്ച് കുഞ്ഞുങ്ങളെ പിറകെ പോകല്ലേ. ആമേൻ. തുണയെ കിട്ടുന്നതിനെ കുറിച്ചല്ല ബൈബിൾ പഠിപ്പിക്കുന്ന, തക്ക തുണയെ കിട്ടുന്നതിനെ കുറിച്ചാണ്. ആൺകുട്ടികളായിരിക്കും ഈ സഹോദരങ്ങൾ മാത്രമേ പറഞ്ഞുള്ളല്ലോ, ഞങ്ങൾ ഓക്കെ ആണല്ലോ എന്ന്. ആവരണമിട്ട അവരെ ഇടാത്തോണ്ട് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും വേർപെട്ട കുഞ്ഞുങ്ങളാണെന്ന്. നിങ്ങളെ അങ്ങനൊന്നും മുഖത്ത് നോക്കി തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ ദൈവഹിതമല്ലാത്ത പ്രവൃത്തിക്ക് പങ്കുകൂടല്ലേ. ചതിവും വഞ്ചനയും ഫേക്ക് ഐഡന്റിറ്റി അല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ സമർപ്പിച്ചു മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിക്കാൻ ഇന്ന് നാം തയ്യാറാകണം പ്രിയമുള്ളവരെ. വിറ്റ്നസ് ഇൻ ദ വേൾഡ്. എങ്ങനെയാണ് കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നത്? എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എൻ്റെ മൂന്നാമത് ഞാൻ എഴുതിയിരിക്കുന്നത്, എങ്ങനെയായി ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. എനിക്കറിയാം നാളെ മിഷൻ ചലഞ്ചുമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെടുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം, പ്രാർത്ഥിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു. Keeping the true Christian identity itself is a witnessing. നാം കർത്താവിലായതിൻ്റെ സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ നമ്മൾ ഒരു വിറ്റ്നസ്സായി മാറുകയാണ്. കർത്താവിൻ്റെ ഒരു സാക്ഷിയായ ലോകത്തിൽ മാറുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ട്രാക്റ്റ് കൊടുത്തിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? പുതിയ നിയമം മറ്റുള്ളവർക്ക് പങ്കുവെച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എനിക്കറിയാം, ഒന്ന് കാണാൻ പറ്റുമോ? പുതിയ നിയമം ഫുൾ ബൈബിൾ കൊടുത്തിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിയാടെ. ഫുൾ ബൈബിൾ. എത്ര സഹോദരങ്ങളുണ്ട്. അപ്രീഷിയേറ്റ് യു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചില കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ ഡ്രസ്സ് നല്ലതാ, ഈ ഫോൺ നല്ലതാ പറയാറില്ലേ, ഈ ചെരുപ്പ് നല്ലതാ. എന്താ നമ്മൾ പറയുന്നത്? ചിലപ്പോൾ പറയും ഫുഡ് നല്ല ഫുഡാണ്. കാര്യം എന്താ? നമുക്കത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാ അല്ലേ? സ്കൂളുകൾ നമ്മൾ പറയും അത് നല്ല സ്കൂളാ. ചിലത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം ക്യാബിന് തന്നെ വരുമ്പോൾ നമുക്കുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട വസ്ത്രം എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. 10 ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3-4 കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം എന്താ? വി വാണ്ട് ടു ഡിസ്പ്ലേ ദ ബെസ്റ്റ് വൺ വി ഹാവ്. ഞാൻ പറയട്ടെ, നാം പുറത്തിറങ്ങുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഉയർത്താനുള്ള ബെസ്റ്റ് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വചനമാണെന്ന്, കർത്താവിനെയാണെന്ന് എന്നോടൊപ്പം ചേർന്ന് പറയാൻ കഴിയുന്നവര് അല്പനേരം കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നതും ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നത്, മറ്റുള്ളവർ പങ്കുവെക്കാൻ കഴിയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ അതുല്യ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, thank you Jesus. Thank you Jesus. Amen. നാം യുണീക്ക് ആകണമെങ്കിൽ, how many of you want to become a unique person? എത്ര പേർക്ക് താല്പര്യമുണ്ട് യുണീക്ക് ആയിട്ടൊരു പേഴ്സൺ? ഒറ്റ ലൈഫേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിക്കുമ്പോൾ മനസ്സിലായിക്കോണം, ഒറ്റ ചാൻസേ ഉള്ളൂ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിക്കാൻ ഇന്ന് എത്ര പേർക്ക് കഴിയും? യുണീക്ക് ആകണമെങ്കിൽ ഒരു യുണീക്ക് പേഴ്സൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് മറ്റാരുമല്ല, ക്രിസ്തു. ചേർന്ന് പാടെ, ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞാട്ടെ, ഐ ലവ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞാട്ടെ, ഞാൻ ഐ ലവ് എന്ന് പറയാം. ഐ ലവ്
ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, പൗലോസും സീലാസും അവർ കാരാഗ്രഹത്തിലായി. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. കാൽ ആമത്തിലായി അവരെന്ന് പ്രാർത്ഥിക്കാനിടയായി. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടായി, വാതിലുകൾ തുറന്നു. എല്ലാവരും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചകത്ത് വന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പൗലോസ് പറഞ്ഞു, നീ അങ്ങനെ ചാവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിറ്റ്നസിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടണം. വിറ്റ്നസിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഒരു പക്ഷേ ഡെലിവറൻസിനാണ് അവർ പ്രതീക്ഷിച്ചതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചങ്ങല പൊട്ടിയപ്പോഴേ പുറത്തേക്ക് ഓടിപ്പോകാം. ശരിയല്ലേ? പുറത്തേക്ക് ഓടിപ്പോകാം. ചിലർ ഇന്നും ചിന്തിക്കുന്നത് ഡെലിവറൻസോടുകൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിച്ചെന്ന. ഡെലിവറൻസോടുകൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിക്കത്തില്ല. പൗലോസും സീലാസും ദൈവം പ്രവർത്തിച്ചാന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ തയ്യാറായില്ല. പക്ഷേ അവരവിടെ കാത്തു നിൽപ്പാനിടയായി. അവർക്കൊരു കാര്യം അറിയാം, ദൈവമായി ഈ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം തകർത്തതെങ്കിൽ ഞങ്ങളെ വിടുവിക്കാനും പുറത്തു കൊണ്ടുപോകാനും ഇവിടെ നിന്നാലും പിന്നൊരു പ്രശ്നവും കൂടാതെ കാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ഓടിപ്പോയില്ല. വാട്ട് ഈസ് അവർ ക്രിസ്ത്യൻ ഐഡന്റിറ്റി? റണ്ണിങ് അവേ അല്ല, ഡെലിവറൻസ് കാണുമ്പോൾ ഓടിപ്പോകുന്നതല്ല, വെയിറ്റിംഗ് ഫോർ ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് അതേ ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ജയിലർ രക്ഷിക്കപ്പെടാനിടയായി, കുടുംബം രക്ഷിക്കപ്പെടാനിടയായി. സുവിശേഷത്തിന് വേണ്ടി ഇന്ന് ഏൽപ്പിക്കുമ്പോൾ അതെ, ഞാൻ ആഗ്രഹിക്കുന്നു സുവിശേഷത്തിൻ്റെ വക്താവായി തീരാൻ. കാത്തിരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യും. സ്തോത്രം. അവർക്ക് വേണമെങ്കിൽ ഓടിപ്പോകാം, ഓടിപ്പോയ ജയിലിൽ രക്ഷിക്കപ്പെടത്തില്ല. വാട്ട് ഈസ് അവർ വിറ്റ്നസ് ഇൻ ദ വേൾഡ്? ആമേൻ. സ്തോത്രം. കാത്തിരുന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അല്പനേരം നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് ഏൽപ്പിക്കാം. എന്നോടൊപ്പം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നാം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ഒരു വിറ്റ്നസ് ആകാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നെ ചലഞ്ച് ചെയ്ത ഒരു സ്റ്റോറി ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എറിക് ലിൻഡൽ മറക്കരുത്. ചൈനയിലെ മിഷണറിമാരുടെ മകനായിട്ട് ജനിച്ച ആളാണ്. ഒരു സ്കോട്ടിഷ് മനുഷ്യനായിരുന്നു. സ്കോട്ട്ലൻഡ് പഠിക്കാനായിട്ട് അദ്ദേഹം സ്കോട്ട്ലൻഡിൽ തിരികെ പോയി ചൈനയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി നല്ലൊരു അത്ലറ്റാണെന്ന് മനസ്സിലാക്കി ഒളിമ്പിക്സിൽ ബ്രിട്ടന് വേണ്ടി ഓടാൻ പുള്ളിയെ തിരഞ്ഞെടുത്തു. പക്ഷേ ഫൈനൽസ് എല്ലാം കഴിഞ്ഞു, ട്രയൽസ് എല്ലാം കഴിഞ്ഞു. ഫൈനൽസിൽ നിൽക്കുമ്പോൾ ടൈം ടേബിൾ വന്നു, സ്കെഡ്യൂൾ വന്നു. സൺഡേ ആണ് ഈ 100 മീറ്റർ ഒളിമ്പിക്സിൻ്റെ മത്സരം നടക്കുന്നത്. എറിക് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഓടണ്ട. ഒളിമ്പിക്സിൻ്റെ ഫൈനൽസിൽ ഓടി സ്വർണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് വേണ്ട. എല്ലാവരും നിർബന്ധിച്ചു. ഇപ്പോൾ പറഞ്ഞു, നോ, എനിക്ക് ഒളിമ്പിക് സ്വർണത്തെക്കാളും സൺഡേയിൽ കർത്താവിനെ ആരാധിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാവരും നിരാശരായിപ്പോയി. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് 400 മീറ്റർ ഓടാവുമെന്ന് ചോദിച്ചു. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. പറഞ്ഞു, ഓക്കെ, അതിന് ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പുള്ളി ഒരിക്കൽ പോലും പങ്കെടുത്തിട്ടില്ലാത്തതാണ് ഈ 400 മീറ്റർ ഓട്ടം. പുള്ളി പങ്കെടുത്തു. നിങ്ങൾ കേൾക്കണമോ? അദ്ദേഹം വേൾഡ് റെക്കോർഡോടുകൂടി 400 മീറ്റർ ഒളിമ്പിക്സ് സ്വർണം നേടിയ മനുഷ്യൻ. 1924 പാരീസിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. ഞാനിന്നത് പറയുമ്പോൾ ചെറിയ കോയിൻസിഡൻ്റായിട്ട് തോന്നുന്നത്, കാരണം ഇന്നേക്ക് കൃത്യം 100 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഈ പ്രാവശ്യവും അവിടെ തന്നെയായിരുന്നല്ലേ, പാരീസ് തന്നെ, 1924. പിന്നെ ഇപ്പോൾ വന്നപ്പോഴേക്കും 2024.
100 വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഒളിമ്പിക് സ്വർണത്തെക്കാളും ഇപ്പം സാധാരണ ബിരിയാണിക്ക് വേണ്ടി പോലും കർത്താവിനെ വേണ്ടെന്ന് വെക്കുന്ന, പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുന്ന എത്രയോ പേരാണുള്ളത്. ഒരു ചെറിയ ക്രിക്കറ്റ് മാച്ച് കളിക്കാനല്ല, ക്രിക്കറ്റ് മാച്ച് കാണാൻ പോലും ആരാധന വേണ്ടെന്ന് വെച്ച് നിൽക്കുമ്പോൾ അവൻ ഒളിമ്പിക് സ്വർണം വേണ്ടെന്ന് വെച്ചിട്ട് അവൻ ഓടാതിരുന്നത് നഷ്ടമായില്ല, തന്നെ ദൈവം മാനിക്കാനിടയായി. വാട്ട് ഈസ് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഇൻ ദ വേൾഡ്? നമുക്കെന്താ സഹോദരങ്ങളെ പറയാനുള്ളത്? പുള്ളി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: 200 മീറ്റർ ഞാൻ എൻ്റെ സ്വന്തം ശക്തി എടുത്ത് ഓടി. 200 മീറ്റർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കർത്താവേ, ബാക്കി അങ്ങ് എന്നെ താങ്ങിക്കൊള്ളണേ. എന്താ പറയുക, എന്നെ ഒന്ന് താങ്ങിക്കൊള്ളണേ. അദ്ദേഹം അവസാനം പറഞ്ഞ് BBC-ക്ക് കൊടുത്ത ഇൻ്റർവ്യൂ പറയുക, കർത്താവാണ് ബാക്കി പകുതി ദൂരം ഓടിയത്, എന്നെ കർത്താവ് കരങ്ങളിലെടുത്ത് ഓടിക്കുകയായിരുന്നു. ഇനി ഈ സാക്ഷ്യം പറയാൻ എത്ര പേർക്ക് കഴിയും? ത്യാഗം സഹിക്കാൻ കഴിഞ്ഞാൽ, വില കൊടുക്കാൻ കഴിഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റോറി ഇതുപോലെയാ നാളെ എഴുതി വെക്കാൻ പറ്റും. എന്നെ കർത്താവ് നടത്തുന്നത്, ദൈവത്തിന്റെ കരമാണ് എന്നെ കൊണ്ടുപോകുന്നത്. കോപ്പി അടിക്കത്തില്ലെന്ന് പറയുന്നതാ ക്രിസ്ത്യൻ ഐഡന്റിറ്റി. പരീക്ഷയ്ക്ക് മാൽ പ്രാക്ടീസ് ചെയ്യത്തില്ലെന്ന് പറയുന്നതാ വിശുദ്ധി. കള്ളത്തുലാസിന് കൈവയ്ക്കാത്തതാ ആമേൻ വിശുദ്ധി എന്ന് പറയുന്നത്. വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കാത്തതാണ് ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പകരം ചെയ്യാൻ മുതിരാത്തതാണ്, തിരിച്ചടിക്കാൻ തീരുമാനിക്കാത്തതാണ്, ചീത്ത പറയുമ്പോൾ അതിന് തക്ക മറുപടി പറയാത്തതാണ് ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. കൊണ്ടുപോകാൻ തയ്യാറാണോ? കർത്താവ് നിന്നെ കരുതാൻ ശക്തനാണെന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഒരു വലിയ ആരാധനയ്ക്കൊരു സമയമായിട്ട് ഞാൻ വേർതിരിക്കുന്നില്ല. അടുത്ത സെഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയെ തീരാൻ ആഗ്രഹിക്കുന്നു എന്ന്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കർത്താവിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നവർ കരങ്ങളൊന്ന് ഉയർത്താമോ? ഐ വാണ്ട് ടു സീ ദ ഹാൻഡ്. ഞാനല്ല കാണാൻ പോകുന്നത്, CA അംഗങ്ങളല്ല, കർത്താവ് ഇന്ന് എഴുതി വയ്ക്കാൻ പോകുക. എറിക്കിനെ പോലെ ഒരു ഹിസ്റ്ററി മേക്കേഴ്സായിട്ട് ദൈവം തന്നെ മാറ്റാൻ പോകുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? പ്രോബ്ലി യു ആർ ദ യങ്ങസ്റ്റ് ഇൻ ദ ഹോം. നീ വീട്ടിലെ ഏറ്റവും ഇളയവനായിരിക്കാം. നാട്ടിലൊരു പക്ഷേ അത്ര കാര്യമായിട്ട് നിന്നെ പരിഗണിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കർത്താവിനെ ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്ന കരം നന്നായിട്ട് ഉയർത്തിയാട്ടെ. കർത്താവിന് വേണ്ടി ഞാൻ ഉപയോഗിക്കപ്പെടാൻ പോകുക. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ ജനത്തിനായി സ്തോത്രം. 100 കണക്കിന് യുവതികൾ, യുവാക്കന്മാർ കരമുയർത്തിയല്ലോ. എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ജീവിക്കുന്നെങ്കിൽ അങ്ങയുടെ സാക്ഷിയായി, അങ്ങയെ പ്രകീർത്തിക്കുന്നവരായി മുന്നോട്ട് പോകാൻ ഒരു യുണീക്കായി ഞങ്ങളെ കർത്താവ് തീർക്കുന്നുണ്ട്. സ്തോത്രം. മാതാപിതാക്കൾ, പാസ്റ്റേഴ്സ് എല്ലാവരും ബ്ലസ് ചെയ്യുന്നു. ഒരു ഹിസ്റ്ററി മേക്കേഴ്സായി കർത്താവ് ഉപയോഗിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അല്ലെങ്കിൽ കരങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഓൾ മേ ബി സീറ്റഡ്. താങ്ക് യു.